ഇരുൾ വീണ പാതയിലൂടെ കാളവണ്ടിയിൽ റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഇടതൂർന്നു നിൽക്കുന്ന വനത്തിലൂടെ സഞ്ചരിക്കും. തികഞ്ഞ നിശബ്ദതയായിരിക്കും അനുഭവപ്പെടുന്നത്. പറയുന്നതിലും അപ്പുറം അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ വനത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് ചെല്ലുമ്പോൾ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വനത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ചെന്നായ്ക്കളുടെ ഊരിയിടകൾ കാതിലേക്ക് എത്തും. അല്പസമയത്തേക്ക് മാത്രം. പിന്നെയും തികഞ്ഞ നിശബ്ദതയായിരിക്കും. പിന്നീട് മ്ലാവുകളുടെയോ അല്ലെങ്കിൽ കേഴമാണികളുടെയോ കരച്ചിൽ കേൾക്കാം. മാംസഭോജികളായ മൃഗങ്ങൾ ഇറങ്ങിയതിൻ്റെ സൂചനയാകാം അത്. പിന്നെയും തികഞ്ഞ നിശബ്ദത. അങ്ങനത്തിൻ്റെ വനത്തിൻ്റെ വന്യമായ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളവിലും തിരിവിലുമെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു മൃഗത്തെ പ്രതീക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ അത് ആനയായിരിക്കാം, അല്ലെങ്കിൽ കാട്ടിയായിരിക്കാം, പുലിയായിരിക്കാം, കടുവയായിരിക്കാം. പലരും ഈ വഴികളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ജീവൻ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പലരും കാളവണ്ടിയും സാധനങ്ങളും ഉപേക്ഷിച്ച് വനത്തിലൂടെ ലക്ഷ്യമില്ലാത്തവരെ പോലെ ഓടിയിട്ടുണ്ട്. മരങ്ങളിൽ കയറി തങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. മുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വനപാത എത്ര ദൂരം നീണ്ടു നിൽക്കുമെന്നോ എപ്പം അവസാനിക്കുമെന്നോ യാതൊരു പിടുത്തവുമില്ല. ഭാഗ്യപരീക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്ന, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വന്യജീവികളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കാഞ്ചിടയിലെ പുള്ളിപ്പുലിയുടെ കഥയാണ്. തൻ്റെ ആദ്യ വിവാഹ വാർഷികത്തിൻ്റെ ആ ദിനത്തിൽ തന്നെ തൻ്റെ ഭാര്യയുടെ സമ്മതത്തോടെ തൻ്റെ തൊഴിലാളികളുടെയും അവരുടെ സ്വത്തിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി പുള്ളിപ്പുലിയെ വേട്ടയാടുവാൻ വേണ്ടി പോയ കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഇന്ത്യയുടെ തെക്ക് കിഴക്കായി കടൽ തീരത്ത് നിന്നും അധികം അകലെയല്ലാതെ നിബിഡമായ വനങ്ങളാലും മലകളാലും താഴ്വരകളാലും വിശാലമായ നദികളാലും നിറഞ്ഞ ഒരു ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നു. വനത്തിനുള്ളിൽ നിന്നും മലകളിൽ നിന്നുമെല്ലാം ഉത്ഭവിക്കുന്ന ചെറിയ ചെറിയ അരുവികൾ വന്നു ചേരുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ നദികളിലേക്കാണ്. അതുകൊണ്ട് തന്നെ നദികളിൽ ജലം സുലഭമായി കിട്ടും. വേനൽക്കാലമാകുമ്പോഴേക്കും നമ്മൾ മുന്നേ പറഞ്ഞ ചെറിയ അരുവികൾ വറ്റി വരളും. എന്നാൽ മഴക്കാലമാകുമ്പോഴേക്കും ആ ചെറിയ അരുവികളിലേക്ക് ജലം ധാരാളം വന്നു കയറുകയും അവയെല്ലാം ആ വലിയ നദികളിലേക്ക് വന്നു പതിക്കുകയും ചെയ്യുന്നു. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതിൻ്റെ കരകളിൽ മറ്റും വളർന്നു നിൽക്കുന്ന നിബിഡമായ വനങ്ങളിൽ ഒരു കാലത്ത് ആനകളും കാട്ടുപോത്തുകളും മാനുകളും കൂട്ടമായി സ്വതന്ത്രമായി തന്നെ അവിടെ വിഹരിച്ചിരുന്നു. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, ഞാൻ ഈ കഥ നിങ്ങളോട് പറയുമ്പോൾ ഈ സമീപ വർഷങ്ങളിൽ ഇവയുടെ എണ്ണം ഗണ്യമായി ഇവിടെ കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും പ്രാദേശിക കായിക വിനോദങ്ങൾക്ക് മികച്ച വേട്ടയാടൽ അവസരങ്ങളാണ് ഇവിടെ ലഭിക്കാറുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ വിശാലമായ പ്രദേശം മുഴുവൻ മയൂർഭഞ്ചിയിലെ രാജാവിൻ്റെ സ്വകാര്യ സ്വത്തായിരുന്നു. മിഫ എന്ന സ്ഥലത്തായിരുന്നു രാജാവിൻ്റെ കൊട്ടാരമുണ്ടായിരുന്നത്. അവരുടെ പ്രധാന വരുമാനം മരത്തടിയിൽ നിന്നുമായിരുന്നു. അതിനാലായിരിക്കാം രാജാവ് ട്രുപ്സയിലെ പ്രധാന റെയിൽവേ ലൈനിൽ നിന്നും തലൂൺ വരെ ഒരു ചെറിയ മീറ്റർ ഗേജ് റെയിൽവേ ലൈൻ നിർമ്മിച്ചിരുന്നത്. ഈ പാതയിലാണ് ബോണോട്ടി എന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഈ സ്റ്റേഷനിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ജോൺ ആപ്സനെയും അദ്ദേഹത്തിൻ്റെ മനോഹരയായ ഭാര്യയെയും കണ്ടുമുട്ടുന്നത്. ഞാൻ കണ്ടുമുട്ടുന്ന അക്കാലത്ത് മിസ്റ്റർ ആപ്സൻ പെർമനന്റ് വേ ഇൻസ്പെക്ടറായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യുവാൻ വേണ്ടി അതുവഴി നിരന്തരം സഞ്ചരിക്കേണ്ടതുണ്ട്. ആ പാത കടന്നു പോകുന്നത് പലപ്പോഴും നിബിഡമായ വനങ്ങളിലൂടെയാണ്. എന്ന് കരുതി അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. അതുവഴി കടന്നു പോകുന്ന ട്രാക്കുകളും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് അഗസ്റ്റസ്. ഞാൻ ഇവരുടെ ഗസ്റ്റായി ഇവരുടെ ബംഗ്ലാവിൽ താമസിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനായി അവർ ഇരുവരും എന്നെ അവരുടെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ അവരുടെ അതിഥിയായി അവിടെ താമസിച്ചു പോകവേ അപ്രതീക്ഷിതമായാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. മിസ്റ്റർ അപ്സണിൻ്റെ നെഞ്ചിലും കൈകളിലുമായി ആഴത്തിലുള്ള മുറിപ്പാടുകൾ. ഞാനത് ശ്രദ്ധിച്ചു, സൂക്ഷ്മമായി നോക്കി. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും കൈകളിലുമായി ഉണ്ടായ ആ ആഴത്തിലുള്ള മുറിപ്പാടിൻ്റെ കഥ എന്നോട് പറഞ്ഞു. അതാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. ഈ കഥ നടന്നത്
1955 ഏപ്രിൽ 25-നായിരുന്നു. കഥ മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഡേറ്റിൻ്റെ കൃത്യത നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. നമ്മൾ ഇനിയും പറയുവാൻ പോകുന്നത് മിസ്റ്റർ ജോൺ അബ്സൺ പറയുന്ന രീതിയിലാണ്. ഞാനൊന്ന് ചിരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ആ തീയതി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അന്ന് ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമായിരുന്നു. എനിക്കധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. എങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. ആ സായാഹ്നത്തിൽ ഒന്ന് ആഘോഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഞാൻ ഒരുക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ട്രോളിമാന്മാരിൽ ഒരാളായ ലെപ്പു ബംഗ്ലാവിൽ വന്നത്. അവൻ നന്നേ ഭയന്നിരുന്നു. ഞങ്ങളുടെ ക്യാമ്പ് നിൽക്കുന്നത് ഖണ്ഡയിലാണ്. ഖണ്ഡയിൽ ഞങ്ങളുടെ ക്യാമ്പ് നിൽക്കുന്നതിന് സമീപത്ത് ഒരു പുള്ളിപ്പുലി ഇറങ്ങിയെന്നും അത് അവിടെ നിന്നും ഒരു ആണിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന വാർത്ത അറിയിക്കുവാനും വേണ്ടിയായിരുന്നു അയാൾ എൻ്റെ അരികിലേക്ക് എത്തിയത്. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആടുചത്ത് കിടക്കുന്ന സ്ഥലത്തായി ഒരു വലിയ മരമുണ്ടായിരുന്നുവെന്നും ആ മരത്തിൽ ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ വേണ്ടി ഒരു മച്ചാനും അവർ തയ്യാറാക്കിയിരുന്നുവെന്നും അവൻ കൂട്ടിച്ചേർത്തു. ഞാനൊരു വേട്ടക്കാരനാണ്. ഇതിലെനിക്ക് അതിയായ കമ്പമുണ്ട്. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല എന്നും എനിക്കറിയാമായിരുന്നു. എൻ്റെ മനസ്സ് അവിടേക്ക് പോകുവാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതിൽ നിന്നും എന്നെ അകറ്റി നിർത്തി. ഇന്നത്തെ ദിവസം ഇവിടെ നിന്നും എങ്ങോട്ടുമില്ല എന്നും പ്രത്യേകിച്ച് ഒരു വേട്ടയ്ക്ക് പോകുവാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല എന്നും ഞാൻ പറഞ്ഞു. ലെപ്പുവിനോട് ഞാനത് പറയുമ്പോൾ എൻ്റെ ശബ്ദത്തിലും മുഖത്തിലും നിരാശ പ്രകടമായിരുന്നു. ഞാൻ അവനോട് അത് പറയുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. എൻ്റെ ശബ്ദത്തിലെ ഇടർച്ചയും മുഖഭാവവും അവൾ ശ്രദ്ധിച്ചിരിക്കണം. അവൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ ഇടപെട്ടു. അവളെൻ്റെ തീരുമാനത്തെ തിരുത്തി. അപ്പോൾ ഞാൻ അവളെ ഓർമ്മിപ്പിച്ചു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചത് ഇതാണ്: ജോൺ, നിങ്ങൾക്ക് എല്ലാ വർഷവും വിവാഹ വാർഷികം ഉണ്ടാകും. പക്ഷേ ഈ പുലി കാത്തിരിക്കില്ല. കൂടാതെ നിങ്ങളുടെ തൊഴിലാളികളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അവളുടെ ഈ വാക്കുകൾ ആ പുലിയെ വേട്ടയാടുവാൻ വേണ്ടി എന്നെ മാനസികമായി തയ്യാറെടുപ്പിച്ചു. ഞാൻ എൻ്റെ കാർ തയ്യാറാക്കുവാൻ ഉത്തരവിട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുകയും .45 റൈഫിലും 12 ബോറിൻ്റെ തോക്കുമെടുത്തു. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി. ഞാൻ എൻ്റെ കാറുമായി ബീപ്പയിലേക്കാണ് പോയത്. കാറിന് ആവശ്യമായ പെട്രോൾ അവിടെ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 16 മൈൽ എൻ്റെ ബംഗ്ലാവിൽ നിന്നും സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ബീപ്പിലെത്താൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടുള്ള റോഡ് മികച്ചതായതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിവേഗം കാറ് അവിടേക്ക് ഡ്രൈവ് ചെയ്തു. അവിടുന്ന് ആവശ്യത്തിനുള്ള ഇന്ധനം നിറച്ചുകൊണ്ട് 33 മൈലുകൾ കൂടി സഞ്ചരിച്ച് ബാനർപോസി എന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടേക്കുള്ള റോഡ് യാത്ര വളരെ മോശമായിരുന്നു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം ഇതേ ലൈനിൽ തന്നെ നിൽക്കുന്ന കെണ്ട എന്ന ചെറിയ സ്റ്റേഷനിലേക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. ഗണ്ട എന്ന ആ ചെറിയ സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ആവും വേഗം ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചു. ഗണ്ടയിലേക്കുള്ള റോഡ് കടന്നു പോകുന്നത് നിബിഡമായ വനത്തിലൂടെയാണ്. അവിടേക്ക് പോകുവാനുള്ള പാത മരം വെട്ടുകാർ വെട്ടിയുണ്ടാക്കിയ ഒരു പാത മാത്രമായിരുന്നു. അങ്ങനെയുള്ള വനപാത എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 7 മൈൽ ദൂരമായിരുന്നു ആ പാതയിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി ഉണ്ടായിരുന്നത്. കല്ലും കുന്നും മലയും താണ്ടി ഞങ്ങൾ യാത്ര തുടർന്നു. ഒട്ടും സുഖകരമല്ലാത്ത യാത്രയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അങ്ങനെ യാത്രയുടെ ഒടുവിൽ രാത്രി വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ക്യാമ്പിൽ എത്തിച്ചേർന്നു. ക്യാമ്പിൻ്റെ അടുത്തുണ്ടായ വയലിലൂടെയായിരുന്നു ആ മൃഗം ആടിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു. ആടിനെ കൊന്നു വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴേക്കും ആടിൻ്റെ അരികിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ആടിനെ പൂർണ്ണമായും അത് ആഹരിച്ചിരുന്നില്ല. ഭാഗികമായി മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. അതിൻ്റെ വയറും പണ്ടവും കീറി അതിൻ്റെ കുടലും പണ്ടവും എല്ലാം പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. കുറച്ച് മാംസം അതിൽ നിന്നും ഭക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കഴുത്ത് കടിച്ചു മുറിച്ച അവസ്ഥയിലായിരുന്നു ആട് കടന്നിരുന്നത്. അതിൽ നിന്നും അതിൻ്റെ അവസാന ശ്വാസം വരെയും അത് രക്ഷപ്പെടുവാൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണത്. പുലി കുറച്ച് മാംസം മാത്രമേ ആടിൻ്റെ ശരീരത്തിൽ നിന്നും ആഹരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുലി ഇവിടേക്ക് മടങ്ങി വരുവാനും ഏറെ സാധ്യത കൂടുതലാണ്. ആടിൻ്റെ ജഡം കിടക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയാണ് ആ മരം നിന്നിരുന്നത്. ആ മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ച മച്ചാൻ ഞാൻ കണ്ടു. ഞാൻ പതിയെ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. മരത്തിലേക്ക് പതിയെ കീറുകയും
എൻ്റെ ഒപ്പം വന്ന ലെപ്പു എൻ്റെ തോക്കുകൾ ഉയർത്തിത്തരികയും ചെയ്തു. അവരുടെ കയ്യിൽ നിന്നും ഞാൻ തോക്ക് വാങ്ങിക്കുകയും മച്ചാനിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യം എനിക്കുറപ്പാണ്, ഇത്രയും വലിയ ഒരു ആടിനെ അടിച്ചിട്ടതിന് ശേഷം പുലി വളരെ ദൂരമൊന്നും പോയിരിക്കുകയില്ല. ഇവിടെ എവിടെയെങ്കിലുമെല്ലാം അവൻ മറഞ്ഞിരുന്ന് ഞങ്ങളെ തന്നെ നിരീക്ഷിക്കുകയായിരിക്കും. ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഇവിടേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ ഉറക്കെ സംസാരിച്ചുകൊണ്ട് വേണം നടന്നു പോകുവാനെന്ന്. അവർ എൻ്റെ വാക്കനുസരിക്കുകയും അവർ ഉറക്കെ സംസാരിച്ചുകൊണ്ട് ക്യാമ്പിലേക്ക് നടന്നകലുകയും ചെയ്തു. അവരുടെ ശബ്ദം എന്നിൽ നിന്നും കുറഞ്ഞ് പിന്നെ ഇല്ലാതാകുന്നത് ഞാൻ കേട്ടു. ചന്ദ്രൻ അന്ന് മാനത്തുണ്ടായിരുന്നില്ല. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ഒരു നക്ഷത്രത്തിൻ്റെ തിളക്കം അങ്ങ് കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഒപ്പം ചുവന്ന കല്ലുപോലെ തിളങ്ങുന്ന ശുക്രനെയും ഞാൻ കണ്ടു. പതിയെ ഇരുട്ട് എങ്ങും വ്യാപിച്ചു കഴിഞ്ഞു പൂർണ്ണമായും. പിന്നെ വനം നിശബ്ദതയിലേക്ക് കൈവരിച്ചു. വനത്തിൻ്റെ ഉള്ളിൽ നിന്നും എവിടെ നിന്നോ ഉയർന്നു കേട്ട ഒരു ചെന്നായുടെ ഊരിയിടൽ ഞാൻ കേട്ടു. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അങ്ങ് അകലെയുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നും അല്പം ശബ്ദം കേൾക്കാം. അവർ ക്യാമ്പിൻ്റെ ഒത്ത മധ്യത്തായി ഇപ്പോൾ തീ കൂട്ടുകയാണ്. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ ശബ്ദവും നിലച്ചു. ഇപ്പോൾ പൂർണ്ണമായും നിശബ്ദതയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ആടിൻ്റെ ജഡം കിടക്കുന്ന ദിക്കിലേക്ക് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. പുലിയുടെ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് കണ്ണുകൾ കൊണ്ട് പരമാവധി ഞാൻ അവിടെ മുഴുവൻ നോക്കി. എന്നാൽ ചുറ്റുമൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. അർദ്ധരാത്രിയായതോടെ ദീർഘനേരത്തെ എൻ്റെ യാത്രയുടെ ക്ഷീണവും കാത്തിരിപ്പിൻ്റെ ബുദ്ധിമുട്ടും കാരണം ഞാൻ പോലും അറിയാതെ പതിയെ ഞാനൊരു മയക്കത്തിലേക്ക് വീണു. പെട്ടെന്നായിരുന്നു ആടിൻ്റെ ജഡം കിടന്ന സ്ഥലത്ത് നിന്നും ഒരു മൂർച്ചയേറിയ ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വന്നു പതിച്ചതും ഞാൻ ഞെട്ടി ഉണർന്നതും. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇപ്പോൾ പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. ആടിന് ജഡം കിടന്ന സ്ഥലത്തേക്ക് ഞാൻ ശ്രദ്ധാപൂർവം നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അവ്യക്തമായ വെളിച്ചത്തിൽ ഒരു വലിയ ശരീരം ആ ജഡത്തെ വലിച്ചിഴയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്കൊരു ചാൻസ് എടുക്കാൻ കഴിയില്ലായിരുന്നു. എങ്കിലും എൻ്റെ ലക്ഷ്യം ശ്രദ്ധാപൂർവം ക്രമീകരിച്ച് ഞാൻ എൻ്റെ ടോർച്ച് അവിടേക്ക് പ്രകാശിപ്പിച്ചു. ടോർച്ചിൻ്റെ ശക്തമായ പ്രകാശത്തിൽ ആ പുലിയെ വ്യക്തമായി തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. ടോർച്ചിൻ്റെ പ്രകാശം അവനിൽ വന്ന് പതിക്കുമ്പോൾ അവൻ എൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ആടിൻ്റെ വയറ് കീറി ഭക്ഷിക്കുകയായിരുന്നു. പുലിയുടെ ശ്രദ്ധ എൻ്റെ നേരെ തിരിക്കുവാൻ വേണ്ടി ഞാൻ ടോർച്ച് പലതവണ ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്തു. എന്നാൽ അത് അവൻ മൈൻഡ് പോലും ചെയ്തില്ല. അവൻ കടന്നിരുന്ന രീതിയിൽ അവൻ്റെ ശരീരത്തിൻ്റെ വീതി വളരെ കുറവായിരുന്നു. ലക്ഷ്യം പിടിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ടോർച്ച് അവൻ്റെ നേരെ അണയ്ക്കുകയും ഓണാക്കുകയും ചെയ്യുമ്പോൾ അവൻ എൻ്റെ നേരെ തല തിരിക്കുകയും അവൻ്റെ തിളങ്ങുന്ന കണ്ണുകൾക്ക് നടുവിലായി എനിക്ക് വെടിയുതിർക്കുവാൻ കഴിയുമെന്നുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ എനിക്കത് സാധിച്ചില്ല. മറ്റൊരു മാർഗവും എൻ്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൈഫിൽ താഴെ വെച്ചു. LG നിറച്ച എൻ്റെ ഷോട്ട് ഗൺ എടുത്തു. ഷോട്ട് ഗണ്ണിൻ്റെ മുകളിലേക്ക് എൻ്റെ ടോർച്ച് ഉറപ്പിച്ച് നിർത്തുകയും പുലിയുടെ നേരെ ടോർച്ച് പ്രകാശിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഷോട്ട് ഗൺ ഞാൻ ചൂണ്ടിയിരിക്കുന്നത് അവൻ്റെ നട്ടലിൻ്റെ ഭാഗത്തേക്കാണ്. അധികം വൈകാതെ തന്നെ ഞാൻ കാഞ്ചിയിൽ വിരലമർത്തി. ഷോട്ട് ഗണ്ണിൻ്റെ ഉഗ്രമായ ശബ്ദത്തിനോടൊപ്പം തന്നെ പുലി ഉച്ചത്തിൽ അലറിക്കൊണ്ട് വായുവിലേക്ക് കുതിച്ചുയരുന്നത് ഞാൻ കണ്ടു. പിന്നീട് വനത്തിൻ്റെ ദിശയിലേക്ക് വയലിലൂടെ ഓടിപ്പോയി. വളരെ വേഗം ഞാൻ താഴേക്കിറങ്ങുകയും അവൻ ഓടിപ്പോയ ദിശയിലേക്ക് ടോർച്ച് തെളിച്ചുകൊണ്ട് ഞാൻ ഷോട്ട് ഗണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയെങ്കിലും അവനെ വെടിവെക്കുവാൻ ഒരവസരം കൂടി അവൻ എനിക്ക് തന്നില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, എൻ്റെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ മുറിപ്പാട് വരുത്തുവാൻ മാത്രമേ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ. ഞാൻ ആ മരത്തിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും നടന്നു. അങ്ങ് അകലെ നിന്നും ലെപ്പുവിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെയോ എന്നായിരുന്നു അവൻ ഉറക്കെ ചോദിച്ചത്. ഞാൻ മറുപടി നൽകി, വരണ്ട എന്ന്. കാരണം മുറിവേറ്റ മൃഗമാണ്, അവരിവിടേക്ക് വരുന്നത് അപകടമാണ്. രാവിലെ മാത്രം വന്നാൽ മതിയെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അവർ കെട്ടിയ മച്ചാനിലേക്ക് ഞാൻ വലിഞ്ഞു കയറുകയും അവിടെ ഇരുന്ന് ഒന്നുറങ്ങുവാനും ശ്രമിച്ചു. എന്നാൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നേരം പുലർന്നപ്പോൾ തന്നെ ലെപ്പുവും എൻ്റെ തൊഴിലാളികളും പിന്നെ കുറച്ച് ഗ്രാമീണരും ഞാനിരിക്കുന്ന മരത്തിൻ്റെ അരികിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. അവർ ഞാനിരുന്ന മച്ചാൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ ഞാൻ പതിയെ മച്ചാനിൽ നിന്നും താഴേക്കിറങ്ങുകയും ആടിന് ജഡം കടന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പുലിയുടെ ശരീരത്തിൽ ആഴമേറിയ മുറിപ്പാടുകൾ തന്നെയാണ് ഞാൻ സമ്മാനിച്ചതെന്ന് അവിടെ കണ്ട രക്തത്തുള്ളികളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. അതിനാൽ തന്നെ ഈ രക്തപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ പാതയെ ട്രാക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും എനിക്ക് ബോധ്യപ്പെട്ടു. ഗ്രാമത്തിൽ നിന്നും കന്നുകാലികൾ
എല്ലായിടത്തേക്കും അലഞ്ഞു തിരിയുന്നതിന് മുന്നേ തന്നെ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് പുലിയെ വേട്ടയാടുവാൻ ഞാൻ തീരുമാനിച്ചു. ലപ്പു അവിടേക്ക് വന്നപ്പോൾ എനിക്ക് കുടിക്കാനുള്ള കോഫിയും ഒരു സാൻഡ്വിച്ചും കൊണ്ടുവന്നിരുന്നു. അവൻ അവിടേക്ക് കൊണ്ടുവന്ന കോഫിയും സാൻഡ്വിച്ചും ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ലപ്പുവായിരുന്നു എൻ്റെ റൈഫിലും പിടിച്ചുകൊണ്ട് വഴികാട്ടി എന്ന പോലെ മുന്നിൽ നടന്നത്. ഞാനും കലിയും പിന്നിലും, എൻ്റെ പിന്നിൽ ബാക്കിയുള്ളവരും. അങ്ങനെ ഞങ്ങൾ ഏറെ ദൂരം ട്രാക്കിനെ പിന്തുടർന്ന് നടന്നു. ആ പാത കടന്നുപോയത് നിബിഡമായ വനത്തിലൂടെ ഒരു മലയുടെ മുകളിലേക്കായിരുന്നു. ആ മലയുടെ മുകളിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. കാരണം അവൻ്റെ കാൽപ്പാടുകൾ അവിടേക്കാണ് പോയിരുന്നത്. വലിയ പാറക്കല്ലുകൾ കാവൽ പോലെ നിൽക്കുന്ന ആ മലയിലേക്ക്. ഞാനും എൻ്റെ സംഘവും വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ആ മലയുടെ മുകളിലേക്ക് കയറിയത്. പാറക്കെട്ടുകൾ കടന്ന് ഏകദേശം 10 അടി മുകളിലേക്ക് കയറിയപ്പോൾ ഒരു വലിയ പാറക്കല്ലിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിൻ്റെ നടുവെ പിളർന്ന് രണ്ടായിരിക്കുന്നു. അവിടേക്ക് വെള്ളവും കാറ്റും വീശി നല്ല മിനുസമാർന്ന രീതിയിലാണ് ആ പാറക്കെട്ട് കിടന്നിരുന്നത്. അവിടെയും ഞങ്ങൾക്ക് രക്തപ്പാടുകൾ കാണാനായി. ആ പാറയുടെ മുകളിലൂടെ ആ ജീവി ഇഴഞ്ഞു കയറിയതിൻ്റെ പാടുകൾ കാണാനായി. പാറയ്ക്ക് ചുറ്റും കറങ്ങി ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ആ പാറക്കെട്ട് വന്ന് വീണത് മറ്റൊരു പാറയുടെ മുകളിലേക്കാണ്. ചുരുക്കം പറഞ്ഞാൽ പ്രകൃതിദത്തമായ ഒരു ഗുഹ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ ഗുഹ ഞങ്ങൾ നല്ലപോലെ പരിശോധിച്ചു. അവിടെ 2 വഴികൾ ഞങ്ങൾക്ക് കാണുവാനായി. അവൻ ഗുഹയുടെ അകത്തേക്ക് പോയതിൻ്റെ തെളിവുകൾ മാത്രമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചുള്ളൂ. രണ്ടാമത്തെ വഴി, അതായത് വലതുവശത്തു കൂടി കടന്നു പോകുന്ന വഴി, അത് ഉപയോഗിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും ഞങ്ങൾക്ക് കാണാനായില്ല. അതായത് അവൻ ഗുഹയിൽ തന്നെയുണ്ട്. ലപ്പു പറഞ്ഞു, സാഹിബ്, അവനിപ്പോഴും അകത്ത് തന്നെയുണ്ട്. നമുക്ക് അവനെ പുകച്ച് പുറത്തിറക്കാം. അവൻ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയും അതിന് അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘം ചിതറുകയും അവിടെ കിടന്ന ഉണങ്ങിയ പുല്ലുകളും ഇലകളും ശേഖരിച്ചു കൊണ്ടുവരികയും ഗുഹയുടെ ഇരുവശത്തേക്കും ഇറങ്ങുന്ന കവാടങ്ങളിലും അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞ പാറയുടെ മുകളിലുള്ള ആ വിള്ളലുകളുമെല്ലാം തിരികെ കയറ്റി. ഞങ്ങൾ അവിടെ ഇട്ട ആ പുല്ലിനും ഇലയ്ക്കുമെല്ലാം തീയിട്ടു. പുല്ലുകൾ അല്പം നനഞ്ഞതുകൊണ്ട് തന്നെ കട്ടിയുള്ള പുക ഗുഹയിലേക്ക് അടിച്ചു കയറി. ആളുകൾ ഉറക്കെ അലറുകയും കല്ലെടുത്ത് ഗുഹയ്ക്കുള്ളിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ആ പുലി പുറത്തേക്ക് വന്നില്ല. പുലിയെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ലപ്പു ഇതിനോട് ഒട്ടും യോജിച്ചില്ല. എന്നെ ഒറ്റയ്ക്ക് വിടുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. സാഹിബ് അകത്തേക്ക് പോവുകയാണെങ്കിൽ ഞാനും ഒപ്പം വരുമെന്ന് ലപ്പു പറഞ്ഞു. കാലിയും അത് തന്നെ ആവർത്തിക്കുകയും ചെയ്തു. ഞാൻ അവരെ 2 പേരെയും പിന്തിരിച്ച് പറഞ്ഞു വിടുവാൻ കുറേ നോക്കിയെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ഞാൻ അവരുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുത്തു. എന്നാൽ ഒരു നിബന്ധന ഞാൻ വെച്ചു. ഞാൻ ആദ്യം ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമെന്ന്. അതിനവർ സമ്മതം മൂളി. അങ്ങനെ ഞാൻ ആദ്യം ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. എൻ്റെ പിന്നാലെ കാലി ടോർച്ചുമായി. നല്ല ഇരുട്ട് നിറഞ്ഞ ഗുഹയായിരുന്നു. അതുകൊണ്ട് ടോർച്ച് കത്തിച്ചു വെച്ചാണ് ഞങ്ങൾ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയത്. കാലിയുടെ പിന്നാലെ ലപ്പു എൻ്റെ റൈഫിലും പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു പോകുന്നതിന് മുന്നേ പുറത്തു നിന്നവരോട് പറഞ്ഞിരുന്നു, പുലി പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണമെന്ന്. എന്നാൽ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്നതിൽ ഞാൻ ഒട്ടും സന്തോഷവാനായിരുന്നില്ല. കാരണം വനത്തെപ്പറ്റിയും മൃഗങ്ങളെപ്പറ്റിയുമുള്ള അറിവിന് എല്ലാം എതിരായിരുന്നു ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല ഇപ്പോൾ അപകടത്തിലേക്ക് പോകുന്നത്, എൻ്റെ കൂടെ വരുന്നവരും തികഞ്ഞ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഷോട്ട് ഗണ്ണ് ഞാൻ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം മുന്നിലേക്ക് നടന്നു. പതിയെ ഗുഹയുടെ പ്രവേശന കവാടത്തിലൂടെ ഞെരുങ്ങി ഞാൻ സ്വയമേ അകത്തേക്ക് കടന്നു. ഗുഹയ്ക്കുള്ളിൽ എത്തിയപ്പോൾ ഞാൻ ഏകദേശം 4 അടി വീതിയും 10 അടി നീളവും നിൽക്കാൻ കഴിയുന്ന അത്രയും ഉയരമുള്ള സ്വാഭാവികമായ ഒരറയിലേക്കാണ് എത്തിച്ചേർന്നത്. എൻ്റെ പിന്നാലെ വന്ന കാലിയുടെ കയ്യിൽ നിന്നും ഞാൻ ടോർച്ച് വാങ്ങിച്ചു. ചുറ്റും ഒന്ന് പ്രകാശിപ്പിച്ചു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഗുഹയ്ക്കുള്ളിലെ ഈ അറ പുറത്തു നിന്നും ഏകദേശം 2-3 അടി താഴ്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 3 അടി അകലെ ഗുഹയുടെ നീളത്തിൽ എതിർവശത്തെ കവാടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഴത്തിലുള്ള വിള്ളൽ ഞാൻ കണ്ടു. എന്നാൽ പുലിയുടെ യാതൊരു ലക്ഷണവും അവിടെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാൻ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം തറയിലേക്ക് പതിച്ചത്. അപ്പോൾ ആ വിള്ളലിൻ്റെ, അതായത് പ്രവേശന കവാടത്തിൻ്റെ അരികിൽ ഞാൻ കണ്ടു രക്തത്തിൻ്റെ പാടുകൾ. ഞാൻ ശ്രദ്ധാപൂർവം അവിടേക്ക് നോക്കി. എന്തായാലും ആ പുലി ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിടവുകളിലേക്ക് അവൻ സ്വയം ഞെരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അവൻ അവിടെ കടന്ന് മരിച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ ഞാൻ എത്തി. എൻ്റെ നിഗമനം ശരിയാണോ എന്നറിയുവാൻ വേണ്ടി ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രവേശന കവാടത്തിൻ്റെ അവിടെ കണ്ട വിള്ളലിൻ്റെ അരികിലേക്ക് നടന്നു. അവിടേക്ക് ചെന്നതും ആ വിള്ളലിലേക്ക് ഞാൻ ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ തുടങ്ങിയ സമയം എന്നെ നോക്കി ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ചിലന്തിയെ ഞാൻ കണ്ടു. ജന്മന എനിക്കിവയെ ഭയമാണ്.
ഇതിനെ നേരിടുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഒരു കടുവയോ പുലിയോ നേരിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടോർച്ച് കാലിക്ക് കൈമാറി. അവിടെ കണ്ട ആ വിള്ളലിലേക്ക് വെളിച്ചം കാണിക്കാൻ ഞാൻ നിർദ്ദേശിച്ചു. ശ്രദ്ധാപൂർവം കാലി പതിയെ മുന്നിലേക്ക് നീങ്ങുകയും ആ വിള്ളലിലേക്ക് വെളിച്ചമടിക്കുകയും ചെയ്തു. എപ്പോഴാണോ ആ പ്രവേശന കവാടത്തിന്റെ അരികിലെ ആ വിള്ളലിലേക്ക് പ്രകാശം കടന്നു ചെന്നത്, അപ്പോൾ ഉഗ്രമായ ഗർജനത്തോടെ ആ പുലി കാലിക്ക് നേരെ ചാടിക്കയറി. അപ്രതീക്ഷിതമായിരുന്നു ആ പുലിയുടെ ആക്രമണം അവിടെ ഉണ്ടായത്. എൻ്റെ തോക്കെടുത്ത് അവന് നേരെ വെടിവെക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഷോട്ട് ഗൺ എടുത്ത് വെടിവെക്കുകയാണെങ്കിൽ കാലിക്ക് കൂടി അത് പരിക്ക് പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഔചിത്യപൂർവ്വം അവിടെ ചിന്തിച്ചു. ഒരു തോക്ക് വെച്ച് വീശി അടിക്കാനുള്ള സ്ഥലമൊന്നും ആ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഷോട്ട് ഗണ്ണിൻ്റെ പാത്തി വെച്ച് ശക്തിയായി ആ പുലിയുടെ വാരയിലേക്ക് കുത്തി. അവൻ പെട്ടെന്ന് തന്നെ കാലിയുടെ ശരീരത്തിൽ നിന്നും ചാടി വിള്ളലിലേക്ക് മറഞ്ഞു. ഞാൻ ഉറക്കെ വിളിച്ചു, ലപ്പു ഇങ്ങോട്ട് ഓടിവാ, ഇവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ സഹായിക്കേ. അങ്ങനെ ലപ്പുവിൻ്റെ സഹായത്തോടെ കാലിയെ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു തുറന്ന പ്രദേശത്തേക്ക് ഞാൻ അവനെ കടത്തി. അവൻ്റെ കാലിലെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ ലപ്പുവിനെ ഏൽപ്പിച്ചു. താഴെ ഗുഹയിലേക്ക് വീണ എൻ്റെ ഷോട്ട് ഗൺ എടുക്കുവാൻ വേണ്ടി ഞാൻ ഗുഹയിലേക്ക് മടങ്ങി. ഞാൻ ഗുഹയുടെ കവാടത്തിലേക്ക് പ്രവേശിച്ചതും ആ ടോർച്ചിൻ്റെ വെളിച്ചം ഇപ്പോൾ എനിക്ക് കാണാം. ഞങ്ങളുടെ കയ്യിൽ നിന്നും താഴെ വീണ ടോർച്ച് ഇപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങകലിയായി കിടക്കുന്ന ഷോട്ട് ഗണ്ണ് വളരെ വ്യക്തമായി ഞാൻ കണ്ടു. ഞാൻ എത്രയും വേഗം എൻ്റെ തോക്കിൻ്റെ അരികിലേക്ക് പോകുകയും അവിടെ നിന്ന് മടങ്ങി പ്രവേശന കവാടത്തിന് പുറത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് ഞാൻ അകത്തേക്ക് വീണ്ടും എത്തി നോക്കി. ആ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ നോക്കവേ ഞാൻ കൃത്യമായി തന്നെ ലംബമായി തന്നെ ആ പുലിയെ കണ്ടു. അവൻ്റെ വാല് ഞാൻ കണ്ടു. അവനിപ്പോൾ പുറത്തേക്കുള്ള പ്രവേശന കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സഞ്ചരിക്കുന്നത് ആ വിടവിലൂടെയാണ്. ആ വിടവിൻ്റെ മുകളിലൂടെ അവൻ്റെ വാല് അനങ്ങിപ്പോകുന്നത് കാണാം. എനിക്ക് ഒരാശയം തോന്നി. ആ വിടവിൻ്റെ ഏറ്റവും അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രവേശന കവാടത്തിലേക്ക് ചാടിക്കേറി മാത്രമേ അവന് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് അവനെ വെടിവെച്ച് കൊല്ലാം എന്ന തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എൻ്റെ തോക്ക് ആ ഒരവസരത്തിന് വേണ്ടി ഞാൻ അവിടേക്ക് ചൂണ്ടി അങ്ങനെ കാത്തു നിന്നു. അവൻ്റെ വാലുകൾ അനക്കിക്കൊണ്ട് അവൻ മുന്നിലേക്ക് കടന്നു പോകുന്നത് എനിക്ക് കാണാം. അവൻ പുറത്തേക്കുള്ള കവാടത്തിൻ്റെ അരികിലെത്തിയതും അല്പസമയം അവൻ അവിടെ നിന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം വീണ്ടും അവൻ തിരികെ നടന്നു. കാര്യങ്ങളെല്ലാം തലകീഴിൽ മറിഞ്ഞു. അവൻ്റെ വാലുകൾ താഴ്ത്തി. പിന്നെ ആ വിടവിലൂടെ അവൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു അവൻ്റെ ഓടി വരുന്ന ശബ്ദം ഞാൻ കേട്ടത്. ആ ഗുഹയിലെ ആ ഇടനാഴിയിലൂടെ അവൻ എൻ്റെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ അവൻ എൻ്റെ നേരെ ചാടിയതും ഞാൻ തോക്കുയർത്തിയതും ഒരുപോലെയായിരുന്നു. എന്നാൽ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തോക്കുയർത്തുവാൻ സാധിച്ചില്ല. അരയ്ക്കൊപ്പം പൊക്കത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് വെടിയുതിർത്തത്. എൻ്റെ റൈഫിൽ നിന്നും LG എൻ്റെ മുഖത്തേക്കും നെഞ്ചിലേക്കും ലക്ഷ്യമിട്ട് ചാടി വന്ന ആ പുലിയുടെ വായിലേക്ക് തറച്ചു കയറി. തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ എൻ്റെ മേലേക്ക് ചാടി വീണിരുന്നു. എൻ്റെ വലത് തോളിലേക്ക് പല്ലുകൾ ആഴത്തിലിറക്കി. അവൻ്റെ ഭാരം താങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പിന്നിലേക്ക് പാറയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണു. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ബാലൻസ് പോയില്ല. പിന്നിലുള്ള ഒരു പാറയിലേക്ക് ഞാൻ ചെന്ന് ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ വെച്ച് എൻ്റെ ഷോട്ട് ഗണ്ണിൻ്റെ പാത്തി കൊണ്ട് ആ പുലിയുടെ തലയിലേക്ക് ശക്തിയായി ഇടിച്ചു. എൻ്റെ ഭാഗ്യത്തിന് അവനൊന്ന് മയങ്ങി. ഒരു നിമിഷത്തേക്ക് അവൻ്റെ പിടി വിട്ടു. ഈ ചെറിയ ഇടവേളയിൽ ഞാൻ തോക്ക് ഇടയിൽ തിരികി ഒരു കൈകൊണ്ട് പാത്തിയും മറ്റേ കൈകൊണ്ട് കുഴലും പിടിച്ച് അവന് ഒരു തടസ്സം സൃഷ്ടിച്ചു. അവനിൽ നിന്നുണ്ടായ അടുത്ത ആക്രമണത്തിന് രക്ഷ നേടുവാൻ ഇതെന്നെ സഹായിച്ചു. പക്ഷേ എനിക്ക് അവനെ അധിക നേരം ചേർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഒരു ഭീമാകാരമായ നഖം കൊണ്ട് അവൻ ട്രിഗർ ഗാർഡിൻ്റെ താഴത്തെ തടി മുറിച്ചു മാറ്റി. തോക്കിൻ്റെ കുഴൽ എൻ്റെ കയ്യിൽ നിന്നും തെറിപ്പിച്ചു. അവൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ അവൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിപ്പോയി. ഞാൻ അവൻ്റെ തലയിൽ ഒരവസാന വെപ്രാളത്തിൽ ഒരു കുതിപ്പ് നടത്തി. പക്ഷേ എൻ്റെ കൈ അവൻ്റെ തുറന്ന വായിലേക്ക് തള്ളാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവൻ്റെ പല്ലുകൾ എൻ്റെ കൈത്തണ്ടയിലേക്ക് എല്ലുകൾക്കിടയിലൂടെ തെന്നിമാറുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അവൻ എൻ്റെ കയ്യിൽ ശക്തിയായി കടിച്ചു. എന്നാൽ ഇത് എനിക്ക് ചെറിയൊരു മുൻതൂക്കം നൽകി. ഭാഗികമായി തളർന്ന എൻ്റെ വിരലുകൾ കൊണ്ട് അവൻ്റെ നാക്കു പിടിച്ച് എൻ്റെ മുഷ്ടി കൂടുതൽ അവൻ്റെ തൊണ്ടയിലേക്ക് തള്ളാൻ ഞാൻ തീവ്രമായി ശ്രമിച്ചു. ഈ സാഹചര്യത്തിൽ അവൻ്റെ പല്ലുകൾ കൊണ്ട് കൂടുതൽ മുറിവ് എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ അവന് കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ കൂർത്ത നഖങ്ങൾ എൻ്റെ ഷർട്ടും കോട്ടും തകർത്തുകൊണ്ട് എൻ്റെ തോളിലേക്ക് ആഴത്തിൽ ഇറങ്ങി. എൻ്റെ ഭാഗ്യവശാൽ അവൻ്റെ പിൻകാലുകൾ അവന് ലഭിച്ചിരുന്നില്ല. 2 വെടിയുണ്ടുകൾ തറച്ചു കയറി ചിലപ്പോൾ അവൻ്റെ പിൻകാലുകളിലായിരിക്കണം. അതിനാൽ അവൻ്റെ പിൻകാലുകൾ അവന് ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. അത് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അവൻ എൻ്റെ വയർ കീറി എൻ്റെ കുടൽമാല പുറത്തേക്കിട്ടേനെ. പുലിയുമായി മല്ലിടുകയാണെങ്കിലും
ഞാൻ ലെപ്പുവിനോട് അവന് നേരെ വെടിവെക്കുവാൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ധീരനായ സഹപ്രവർത്തകൻ ഗുഹയ്ക്കുള്ളിലേക്ക് ബലം ഉപയോഗിച്ച് കയറി വരുന്നത് ആദ്യമായി ഞാൻ കണ്ടത്. അവൻ അകത്തേക്ക് കടന്നപ്പോൾ എൻ്റെ റൈഫിലിൻ്റെ ഹാമർ വലിച്ചു പിടിച്ചിരുന്നു. ഹാമർ ഒഴിഞ്ഞ അറയിലേക്ക് പതിച്ചപ്പോൾ ഉണ്ടായ ക്ലിക്ക് എന്ന ശബ്ദം വളരെ വ്യക്തമായി എനിക്ക് കേൾക്കാൻ സാധിച്ചു. റൈഫിളുകളിലെ മാഗസീനിൽ നിന്നും ഒരു കാട്രിഡ്ജ് ചേംബറിലേക്ക് തള്ളാൻ ലെപ്പുവിന് കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ തിരിച്ചറിവോടെ ഭയം, വേദന, നിരാശ എന്നിവയാൽ ഭ്രാന്തനെ പോലെയായിരുന്നു. മൃഗത്തിൻ്റെ നാക്ക് വിട്ട് ഞാൻ കൈകളും കാലുകളും കൊണ്ട് ശക്തമായി ആ മൃഗത്തിന് നേരെ തുടരെ അടിക്കുവാനും ആക്രമിക്കുവാനും തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ എന്നിൽ നിന്നും അവനെ ചവിട്ടി അകറ്റാൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ബൂട്ട് അവൻ്റെ വയറ്റിലെ വെടിയുണ്ട കൊണ്ട ഭാഗത്ത് കൃത്യമായി തട്ടി. അത്രയും വലിയ വേദന കാരണം ഒരു നിമിഷത്തേക്ക് അവൻ ഞെട്ടുകയും പിടിവിടുകയും ചെയ്തു. ഇതായിരുന്നു എൻ്റെ അവസരം. ഞാൻ ലെപ്പുവിൻ്റെ കയ്യിൽ നിന്നും റൈഫിൾ തട്ടിയെടുത്തു. ബോൾട്ട് തുറക്കുകയും ഒരു കാട്രിഡ്ജ് ചേംബറിലേക്ക് തിരികുകയും ചെയ്തു. എൻ്റെ തളർന്ന കൈകൊണ്ട് റൈഫിൾ പുലിയുടെ നേരെ ചൂണ്ടി വെടിവെച്ചു. ഒരു നല്ല സ്ത്രീയുടെ പ്രാർത്ഥനയായിരിക്കണം അന്നെന്നെ രക്ഷിച്ചത്. കാരണം ആ വെടിയുണ്ട പുലിയുടെ ശരീരത്തിൽ തുളച്ചു കയറി. അവൻ നിലത്തേക്ക് തെറിച്ചു. ഞാൻ ബോധം കെട്ട് കുറച്ച് മിനിറ്റുകളോളം അബോധാവസ്ഥയിൽ അവിടെ കിടന്നു. കാരണം ഞാൻ ഉണർന്നപ്പോൾ ലെപ്പു എൻ്റെ റൈഫിലിൻ്റെ കുഴൽ ഉപയോഗിച്ച് പുലിയുടെ താടിയിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ്റെ മരണവെപ്രാളത്തിൽ അതെൻ്റെ കാൽവണ്ണയിൽ കടിച്ചിരുന്നു. മോചിപ്പിക്കാനായി ഞാൻ ഒട്ടും സമയം പാഴാക്കിയില്ല. അവൻ്റെ താടിയല്ലേ എൻ്റെ തുടയിൽ നിന്നും അകറ്റി. ഗുഹയിൽ നിന്നും ഞാൻ വളരെ വേഗം പുറത്തേക്കിറങ്ങി. പക്ഷേ ഞാൻ വളരെ ദുർബലനായിരുന്നു. ലെപ്പു എന്നെ താങ്ങി പിടിച്ചാണ് പുറത്തു കൊണ്ടുവന്നത്. പുറത്തേക്ക് വന്ന ഉടനെ തന്നെ എൻ്റെ ഫ്ലാസ്കിൽ നിന്നും ഒരു ചൂട് കാപ്പി എനിക്ക് ഒഴിച്ചു തന്നു. അത് കുടിച്ചപ്പോഴാണ് എനിക്ക് അല്പം ഉണർവ് വന്നത്. ലെപ്പുവിൻ്റെ തലപ്പാവ് അവൻ കീറുകയും എൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്തു. ആളുകളെല്ലാം കൂടി ചുവന്നുകൊണ്ടാണ് എൻ്റെ കാറിൻ്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ എത്രമാത്രം ദാരുണമായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. എൻ്റെ ആവേശം കെട്ടടങ്ങിയപ്പോൾ എൻ്റെ ശരീരമാകെ നീറുവാനും വേദന എടുക്കുവാനും തുടങ്ങി. എൻ്റെ തോള് വലത് കൈ കീറി മുറുകയും തളർന്നു പോകുകയും ചെയ്തു. കൂടുതൽ പുലിയുടെ നഖങ്ങൾ എൻ്റെ തലയിൽ ആഴത്തിലിറങ്ങിയിരുന്നു. എൻ്റെ തലയിൽ നിന്നും രക്തം നെറ്റിയിലൂടെ ഒലിച്ച് എൻ്റെ കണ്ണുകളിൽ വീണുകൊണ്ടിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എൻ്റെ കാറ് 7 മൈൽ ദൂരം രാജപാതയിലൂടെ കുഴികളും തോടുകളും വീണുകിടന്ന മരങ്ങളും മറികടന്നുകൊണ്ട് ഓടിക്കേണ്ടി വന്നു. ഞാൻ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ ആ ഭീകരമായ യാത്ര പൂർത്തിയാക്കിയതെന്ന് എനിക്കറിയില്ല. ആ പാതയിലൂടെ കാർ ഓടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പലതവണ എനിക്ക് ബോധക്ഷയം വന്ന് കാണണം. കാരണം ഞാൻ ഉണരുമ്പോൾ ലെപ്പു എൻ്റെ സ്റ്റിയറിംഗ് മുറുക്കെ പിടിച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. റോഡിൽ നിന്നും തെറ്റി ഏതെങ്കിലും മരത്തിലോ മറ്റും വന്ന് കയറാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. എന്നിരുന്നാലും ഒടുവിൽ ഞങ്ങൾ അവിടെ എത്തി. ബംഗർപോസിയയിലെത്തിയപ്പോൾ പട്ടണത്തിലെ ഒരേ ഒരു ഡിസ്പെൻസറിയിലേക്ക് ഞാൻ വണ്ടി ഓടിച്ചു. അവിടെ വെച്ച് എനിക്ക് പ്രാഥമിക ചികിത്സ നൽകി. ആ ഡിസ്പെൻസറിയിലെ തുച്ഛമായ സൗകര്യങ്ങളിൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നത് അപര്യാപ്തമായിരുന്നു. അതിനെ തുടർന്ന് 30 മൈൽ ദൂരെയുള്ള BP-യിലേക്ക് പോകുവാൻ ഞാൻ കാറിലേക്ക് തിരികെ കയറി. എന്നാൽ അവിടെ നിന്ന് ഡോക്ടർ അതിന് സമ്മതിച്ചില്ല. മിസ്റ്റർ അബ്സൻ, അദ്ദേഹം ഉദ്ഘോഷിച്ചു, താങ്കളിപ്പോൾ ഷോക്കിലാണ്. ധാരാളം രക്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. 30 മൈൽ ദൂരം വണ്ടി ഓടിക്കാൻ താങ്കളുടെ ശരീരം താങ്കളെ അനുവദിക്കില്ല. അല്പസമയം താങ്കളൊന്ന് ക്ഷമിക്കൂ. താങ്കളെ അവിടെ കൊണ്ടുപോകുവാൻ ഏർപ്പാടുകൾ ഞാൻ ചെയ്തു തരാം. അപ്പോഴാണ് ബംഗർപോസിൽ തൻ്റെ ട്രക്കുകളുടെ ചെറിയ കേടുപാടുകൾ തീർക്കുവാൻ വേണ്ടി കാത്തുനിന്ന ഒരു വൃദ്ധൻ സിക്ക് ഡ്രൈവർ അവിടേക്ക് വന്നത്. സംഭാഷണം കേട്ട് അദ്ദേഹം വളരെ സപ്പോർട്ടായി നിന്നു. കാർ ബെലിയിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹം സഹായിക്കാമെന്ന് എന്നെ അറിയിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം എന്നെ ബാരറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എനിക്ക് വിദഗ്ധ ചികിത്സ ലഭിച്ചു. 16 സ്റ്റിച്ചാണ് എനിക്കിട്ടത്. 4 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തി. കട്ടിലിൽ കിടന്നു. എൻ്റെ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് വലിയ വിഷമമുണ്ടായി. അവൾ ഉടനെ തന്നെ എന്നെ കാക്കൂരിലെ റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ നിന്നും 3 ആഴ്ചകൾക്ക് ശേഷമാണ് സുഖം പ്രാപിച്ചുകൊണ്ട് ഞാൻ തിരികെ എത്തിയത്. ഇത്രയുമായിരുന്നു അന്ന് അവിടെ അരങ്ങേറിയത്. കേൾവിക്കാരൻ ചോദിച്ചു, ആ പുലിയെ ഗുഹയിൽ നിന്നും പുറത്തെത്തിച്ചില്ലേ? അതിനെ പിന്നീട് എന്തു ചെയ്തു? നിങ്ങളെൻ്റെ ബംഗ്ലാവിൻ്റെ ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വലിയ കാട്ടുപൂച്ചയുടെ തൂല് കണ്ടില്ലേ? അവൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവൻ ധീരനായ ഒരു പോരാളി തന്നെയായിരുന്നു. അവൻ്റെ ശത്രുവിനെ നേരിടുവാൻ അവന് വ്യക്തമായി തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.